ജംഇയ്യത്തുൽ ഉലമയുടെ ഇന്നത്തെ നേതൃത്വം സുസജ്ജമാണ്. കൗടില്യ ലോപങ്ങളോ അധികാരി പ്രീണനമോ സ്വാധീനിക്കാതെ ആരുടെ മുമ്പിലും കറകലരാതെ വിശുദ്ധ ഇസ്ലാമിന്റെ സത്യാശയങ്ങൾ സംജാതമാക്കുന്ന ജ്ഞാനപ്രഭാമയ ആത്മപ്രകാശ പ്രബോധവാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിശ്വരൻ പ്രഭാഷകൻ അശ്ലീലതയുടെ മണ്ണിട്ട് തികത്തുന്ന സുഹൃതങ്ങളുടെ വയലേലകളിൽ ധർമ്മത്തിന്റെ നനവ് പറ്റിയ ധർമ്മത്തിന്റെ ഉഷ്ണമുയരുമ്പോൾ ആശ്വാസത്തിന്റെ തണൽ വിരിക്കേണ്ട ആത്മീയതയുടെ വടവൃക്ഷങ്ങൾ വംശനാശമടയുമ്പോൾ അവശേഷിക്കപ്പെടുന്ന നന്മയുടെ കതിരുകൾക്ക് പ്രതീക്ഷയുടെ തടികളിലൂടെ പുതുജീവൻ നൽകി ഉണർത്തി തളിർപ്പന്തലായി മാറിയ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉറച്ച ശബ്ദം, സുന്നി യുവതയുടെ ആവേശം, SKSSF സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാന്യനായ സത്താർ സാഹിബ് പന്തലൂർ അവர்கள் സദസ്സിനെ അഭിമുഖീകരിക്കുന്നു, സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ആദരണീയരായ അധ്യക്ഷൻ ഷിഹാബുദ്ദീൻ ഫൈസി അവറുകളെ, നമ്മുടെ ഈ മഹാസമ്മേളനം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയരായ പാണക്കാട് സയ്യിദ് സ്വാബിക് അലി ശിഹാബ് തങ്ങൾ അവറുകളെ, ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ച ആദരണീയരായ ഉസ്താദ് ഇസ്ഹാഖ് ഫൈസി, ഇവിടെ പ്രാർത്ഥന നിർവഹിച്ച ഉസ്താദ് കുഞ്ഞി മുഹമ്മദ് ഫൈസി, പണ്ഡിതോചിതമായ ഒരു മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യ സുഹൃത്ത് സത്യധാര ദൈവാരികയുടെ എഡിറ്റർ കൂടിയായിട്ടുള്ള അൻവർ സ്വാദിഖ് ഫൈസി താനൂർ, ഇവിടെ സമാപന പ്രാർത്ഥന നിർവഹിക്കുന്ന നമുക്കേവർക്കും ആദരണീയരായ അബ്ദുൽ അസീസ് മുസ്ലിയാർ മൂത്തടം, മറ്റു വേദിയിൽ സന്നിഹിതരായ ബഹുമാനായ സയ്യിദ് സ്വാദിഖ് തങ്ങൾ, സഅദ് ഫൈസി ചുങ്കത്തറ, അമാനുള്ള ഫൈസി, ഫാറൂഖ് ഫൈസി, പ്രിയപ്പെട്ട സലീം അടക്കര, കിട്ടി കുഞ്ഞാൻ സാഹിബ് തുടങ്ങി SKSSF ജില്ലാ മേഖലാ ഭാരവാഹികൾ, ഈ പ്രദേശത്ത് സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും ബഹുമാന്യരായ സാരഥികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, SKSF 35ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സമാപിക്കുന്ന ഇതേ ദിവസം ഇത്രയും പ്രൗഢവും മനോഹരവുമായ ഒരു പ്രചാരണ സമ്മേളനം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന എടക്കര മേഖലാ കമ്മിറ്റിയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ആദ്യമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ സംഗമം ആ അർത്ഥത്തിൽ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വളരെയധികം അഭിമാനകരമായ ആഹ്ലാദവും പ്രതീക്ഷയും ആത്മവിശ്വാസവുമുള്ള ഒരു ചുറ്റുപാടിലാണ് പ്രാസ്ഥാനിക രംഗത്ത് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ നേതാക്കളൊക്കെ സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. അതിനി 2 വർഷം കൂടി ബാക്കി നിൽക്കുമ്പോൾ തന്നെ
അതിൻ്റെ ഉദ്ഘാടന സമ്മേളനം ഈ വരുന്ന ജനുവരി 28-ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മെട്രോപൊളിറ്റൻ സിറ്റി എന്നൊക്കെ പറയാവുന്ന IT നഗരമെന്ന് പറയാവുന്ന ബാംഗ്ലൂരിൽ നടക്കുകയാണ്. അത് കേവലം ഒരു സമ്മേളനം മാത്രമല്ല, ബാംഗ്ലൂരിൽ സമസ്തക്ക് ഒരു ആസ്ഥാനം വേണം എന്ന് അവിടുത്തെ മലയാളി സഹോദരന്മാരും അവിടുത്തെ സ്വദേശികളുമൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഭൂമിയും കെട്ടിടവും അവർ വിലക്കെടുത്തുകൊണ്ട് അതിൻ്റെ ആധാരം സമസ്ത കേരള ജമിയത്തിലുമൊക്കെ കൈമാറിക്കൊണ്ടാണ് ആ ഉദ്ഘാടന സമ്മേളനത്തിന് അവിടെ തുടക്കം കുറിക്കുന്നത്. 100ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു. സമസ്തയുടെ നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ പോലെയുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ 100ാം വാർഷിക പദ്ധതിയായി പ്രഖ്യാപിക്കുകയും പ്രതീക്ഷയിൽ കവിഞ്ഞ നല്ല പ്രതികരണങ്ങളും വിദ്യാഭ്യാസ രംഗത്തുള്ള മുന്നേറ്റവുമായിട്ട് അത് മുന്നോട്ട് പോവുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് SKSSFന്റെ 35ാം വാർഷികം നമ്മുടെ നേതാക്കൾ പ്രഖ്യാപിച്ചു. അതിൻ്റെ പ്രചാരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സംഘടന എന്ന നിലയിൽ വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ സംഘടന അദാലത്ത് പൂർത്തീകരിച്ച് അദാലത്തിൽ പങ്കെടുത്ത യൂണിറ്റുകൾക്ക് മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. വളരെ കർക്കശവും കണിശവുമായിട്ടുള്ള വ്യവസ്ഥകളോടുകൂടി 2 ആഴ്ചക്കാലം നീണ്ടുനിന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സമാപിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ മെമ്പർഷിപ്പ് ക്യാമ്പയിനുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ച അംഗങ്ങളെക്കാൾ കൂടുതൽ ധാരാളം പുതിയ അംഗങ്ങളെ ചേർത്തുകൊണ്ടാണ് ഈ വർഷത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടന പൂർത്തീകരിക്കുന്നത്. ആ 35ാം വാർഷികത്തിന്റെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളും പരിപാടികളും നടന്നു കഴിഞ്ഞു. ഇനിയും നടക്കാനിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി ആദ്യവാരത്തിൽ അതിൻ്റെയും സമാപന സമ്മേളനം സംഘടിപ്പിക്കുകയാണ്. സമസ്തയാണെങ്കിലും SKSF ആണെങ്കിലും അതിൻ്റെ മറ്റു പോഷകഘടകങ്ങളാണെങ്കിലും ഒക്കെ ഈ വാർഷികാഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം കുറെ ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വലിയ വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അത്തരമൊരു ശക്തി തെളിയിക്കലോ ജനസ്വാധീനം മറ്റുള്ളവരെ അറിയിക്കലോ അല്ല. അതിനേക്കാൾ അപ്പുറം മദത് കാലഘട്ടത്തിലെ സമസ്ത കേരള ജമിയത്തുലമയുടെയും പോഷകഘടകങ്ങളുടെയും ഓരോ സമ്മേളനങ്ങളും ആ കാലത്ത് സമുദായത്തോട് പറയേണ്ട, ബോധ്യപ്പെടുത്തേണ്ട, തെറ്റുധാരണകൾ ദൂരീകരിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ സമുദായത്തിന് കൈമാറുകയും അതക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മഹല്ല സംവിധാനങ്ങളിൽ, മദ്രസ സംവിധാനങ്ങളിൽ, ശാഖാതലങ്ങളിൽ, എന്തിനധികം കുടുംബാന്തരീക്ഷത്തിലും നമ്മുടെ വൈയക്തികമായ ജീവിതത്തിലും ഉൾപ്പെടെ സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന, മുന്നോട്ട് പോകുന്ന വളരെ മാതൃകാപരമായ ഒരു സാഹചര്യവും സംവിധാനവുമാണ് മലയാളികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മതപണ്ഡിത സഭ എന്ന് നമ്മൾ സംഘടനാപരമായി ഉന്നയിക്കുന്ന ഒരു അവകാശവാദമല്ല, ഇവിടെ പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെട്ട്, ഈ സമുദായവുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയങ്ങൾ കടന്നു വന്നാലും അവിടെയെല്ലാം സമസ്ത കേരള ജമിയത്തുലമ എന്ത് തീർപ്പ് കൽപ്പിക്കുന്നു എന്ന് കാതോർക്കുന്നവരാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം. പുതിയ കാലത്ത് മുസ്ലിം സമുദായം മാത്രമല്ല, പല സാമൂഹികമായ വിഷയങ്ങളിലും സമസ്ത എന്തു പറയുന്നു എന്ന് കാതോർക്കുന്നവരാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ, ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ, ഇവിടുത്തെ സഹോദര സമുദായത്തിൽപ്പെട്ടവർ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സമസ്ത കേരള ജമിയത്തുലമ ഒരു മതസംഘടനയാണ്. വിശ്വാസികളെ വിശ്വാസപരമായും കർമ്മപരമായും അവരെങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കൃത്യമായി മാർഗദർശനം നൽകുന്ന ഒരു സംഘടനയാണ്.
അത് ആ പ്രവർത്തന മേഖലയിൽ 100 വർഷം പിന്നിടുകയാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന്റെ മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപീകരിച്ച, ഇന്നത്തേക്കാൾ തികച്ചും പ്രതികൂലമായ ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ രൂപീകരിച്ച ഒരു മതപണ്ഡിത പ്രസ്ഥാനം. അവർ വിശ്വാസികൾ ഏത് രീതിയിൽ മുന്നോട്ടു പോകണമെന്ന് അതത് കാലത്ത് സമുദായത്തെ ഉത്ബോധിപ്പിച്ചു. സമുദായം അത് സ്വീകരിച്ചു. അതനുസരിച്ച് സമുദായം മുന്നോട്ട് പോയി. ഒരു ഭാഗത്ത് സ്വന്തം വിശ്വാസവും സംസ്കാരവും ആദർശവും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ഐക്യത്തിനും രാജ്യത്തിന്റെ പൊതുവായ ഐക്യത്തിനും സാമുദായിക സൗഹാർദ്ദത്തിനുമൊക്കെ വലിയ വിലയും നിലയും കൽപ്പിച്ചുകൊണ്ട് അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ സംഘടന കഴിഞ്ഞ പതിറ്റാണ്ടുകളോളം കാലം ഈ നാട്ടിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിന്റെ ആശയങ്ങളെക്കുറിച്ച്, അതിന്റെ ഉത്ബോധനങ്ങളെക്കുറിച്ച് ഇന്നുവരെ ഒരു വർഗീയമായ ആരോപണം ഉയർന്നു വന്നിട്ടില്ല. അതിനെതിരെ ഒരു തീവ്രവാദ ആരോപണം ഉയർന്നു വന്നിട്ടില്ല. അവരിവിടെ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നു എന്ന ആരോപണം ഉയർന്നു വന്നിട്ടില്ല. ഇവിടുത്തെ ബഹുസ്വര സാമൂഹിക സാഹചര്യങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് എതിരാളികൾ പോലും പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ സമുദായത്തിനകത്ത് വിശ്വാസികൾക്ക് അവലംബിക്കാവുന്ന പ്രാമാണികമായ ഒരു ദീനീ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത് സമസ്തയുടെ സംഘടനാ പ്രവർത്തകരുടെ മാത്രമുള്ള അവകാശവാദമല്ല, പൊതുവായി മുസ്ലിം സമുദായം കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇതിന് സമാനമായ ഇത്രയും അഭിമാനത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോകുന്ന മറ്റൊരു മതസംഘടനയെ കേരളത്തിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളത് SKSF-ന്റെ ഒരു വേദിയിൽ വെച്ച് ഉന്നയിക്കുന്ന ഒരു അവകാശവാദമല്ല, നിഷ്പക്ഷമായി ആർക്കും അന്വേഷിച്ചാൽ ബോധ്യപ്പെടാവുന്ന ഒരു പരമാർത്ഥമാണ്. കേരളത്തിൽ ധാരാളം മതസംഘടനകളുണ്ട്. ഞാൻ ഓരോന്നിലേക്ക് കടന്ന് അത്തരമൊരു വിശകലനത്തേക്ക് മുതിരുന്നില്ല. പക്ഷെ നിഷ്പക്ഷമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മതപരമായ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അല്ലാത്ത മറ്റു മതസംഘടനകളെല്ലാം എന്ത് തീരുമാനമെടുക്കുന്നു, എന്ത് പ്രഖ്യാപനം നടത്തുന്നു, അതിനനുസരിച്ചായിരിക്കണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ ചർച്ച ചെയ്യുന്ന അത്തരമൊരു വിശകലനത്തിലേക്ക് വരുന്ന മറ്റേതെങ്കിലും അങ്ങനെ ഒരു സംഘടനയെ അങ്ങനെ അവലംബിക്കുന്ന ഒരു സാഹചര്യം ഇന്നേ വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോളം വിശ്വാസ്യതയും അംഗീകാരവും സ്വീകാര്യതയും ഉള്ള ഒരു പ്രസ്ഥാനം മതരംഗത്ത് കേരളീയ മുസ്ലിം സമൂഹത്തിൽ മറ്റൊന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ നിദർശനമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന് ശക്തിപ്പെടുത്തുക, ഈ പ്രസ്ഥാനത്തിന് കരുത്തു പകരുക, ഈ പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങളെ പ്രചരിപ്പിക്കുക, അതിനെതിരായി വരുന്ന ദുരാരോപണങ്ങളെ പ്രതിരോധിക്കുക, അതിനെ തെറ്റിദ്ധരിപ്പിക്കാനും അതിന്റെ പേരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ തിരിച്ചറിയുക, ഇതൊക്കെ യഥാർത്ഥ സംഘടനാ പ്രവർത്തകരുടെ ചുമതലയും ബാധ്യതയുമാണ്. അതുകൊണ്ടാണ് ഇത്തരം ഘട്ടങ്ങളിൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടും ബോധവൽക്കരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടും ഈ വാർഷികാഘോഷ പരിപാടികളിലൊക്കെ നമ്മുടേതായിട്ടുള്ള ആശയാദർശങ്ങളും നയനിലപാടുകളും ഈ സമൂഹത്തിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും SKSF-ഉം ഇന്ന് കേരളത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സമസ്തയെ അവലംബമാക്കുന്ന മലയാളി മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രബോധന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഈ സമൂഹത്തിന് കൃത്യമായ മാർഗദർശനം നൽകുകയാണ്. അവിടെ വഴിതെറ്റി സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന്റെ പേരിൽ ഒരു തലമുറയാണ് അപകടത്തിൽപ്പെടുക. ഒരു തലമുറ അപകടത്തിൽപ്പെട്ടാൽ അവിടെ സംഭവിക്കാൻ പോകുന്ന വലിയൊരു സാമൂഹിക ദുരന്തമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം അപകടങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തും പ്രബോധന രംഗത്തും ഈ സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന കാര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കൃത്യമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. അത് പലതവണ സമൂഹത്തിൽ പറഞ്ഞതും പ്രചരിപ്പിച്ചതും അതനുസരിച്ച് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയതുമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും, കേരളത്തെ വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പരിശീലന പരിപാടിയിൽ സ്വകാര്യമായി സംഘടിപ്പിച്ച ഒരു ഇൻഡോർ പരിപാടിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പോലും കഴിയാത്തവരാണ് ഓരോ വർഷവും SSLC പരീക്ഷയിൽ A+ നേടിക്കൊണ്ടിരിക്കുന്നത്.
ഇത് ഇവിടുത്തെ ഒരു പ്രതിപക്ഷ പാർട്ടി ഉന്നയിച്ച ആരോപണമല്ല. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ സെക്രട്ടേറിയറ്റ് നടയിൽ നടന്ന ഒരു പ്രതിഷേധ സമരത്തിലെ ഒരു അടിച്ചുപൊളി പ്രസംഗത്തിലെ വാചകമല്ല. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഔദ്യോഗികമായിട്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം അവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളിൽ പറഞ്ഞ ഒരു കാര്യമാണ്, അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ കഴിയാത്ത ആളുകൾക്ക് A+ കൊടുക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ട്. ഇത് വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നിലവാരം തകർക്കുമെന്ന് നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറയുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോ സർക്കാരിലെ വിദ്യാഭ്യാസ വകുപ്പോ അതിന് നേതൃത്വം കൊടുക്കുന്നവരോ ആ സംഭവത്തെ നിഷേധിക്കാനല്ല മുന്നോട്ട് വന്നത്. നേരെ മറിച്ച് അതീവ രഹസ്യമായി സംഘടിപ്പിച്ച ആ പരിപാടിയിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രസംഗം ആരാണ് ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകിയത് എന്നതിനെ കുറിച്ചാണ് അന്വേഷിച്ചത്. നമ്മൾ അറിയേണ്ടത്, നമ്മുടെ പുതിയ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും മക്കൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ മതവിദ്യാഭ്യാസമാണെങ്കിലും ഭൗതിക വിദ്യാഭ്യാസമാണെങ്കിലും സാങ്കേതിക വിദ്യാഭ്യാസമാണെങ്കിലും അത് ഫലപ്രദമാകാത്ത ജീവിതത്തിലെ വിദ്യാർത്ഥി കാലഘട്ടം ഇങ്ങനെ ഒന്നിനുമല്ലാതെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസ രംഗത്ത് കൃത്യമായ കാഴ്ചപ്പാട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സമൂഹത്തോട് പറയാനും ബോധ്യപ്പെടുത്താനും വന്ന സംഘടനയുടെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നമുക്കറിയാം, സമസ്തയെക്കുറിച്ചും സുന്നി പണ്ഡിതന്മാരെ കുറിച്ചും ഇപ്പോഴും പല ബിദഈ പ്രസ്ഥാനക്കാരും പുരോഗമന പരിഷ്കരണവാദികളെന്ന് അവകാശപ്പെടുന്നവരും നിരന്തരമായി ഉന്നയിക്കുന്ന ആരോപണമുണ്ട്. ഈ സുന്നി മുസ്ലിയാക്കന്മാർ ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരാണ്, അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരാണ്, അവർ ഈ സമുദായത്തിന്റെ പുരോഗതിക്കെതിരാണ്, പരിഷ്കാരത്തിനെതിരാണ്. നമ്മളൊരു പഴഞ്ചന്മാരും പിറകോട്ട് സമൂഹത്തെ നയിക്കുന്നവരുമായിട്ടാണ് ഈ സമുദായത്തെക്കുറിച്ച്, സംഘടനയെക്കുറിച്ച്, പണ്ഡിതന്മാരെ കുറിച്ച്, സാദാത്തുക്കളെ കുറിച്ച് ഇന്നും പറയാറുള്ളത്. അതിന്റെ കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇവിടെയുള്ള പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ, പുതിയ കുട്ടികളെ ബ്രിട്ടീഷ് അനുകൂലികളാക്കി മാറ്റുവാനും ബ്രിട്ടീഷ് സംസ്കാരമുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് വ്യാപകമായി നമ്മുടെ നാടുകളിൽ സ്കൂളുകൾ സ്ഥാപിച്ചു. ആ സ്കൂളുകൾ സ്ഥാപിക്കുന്ന ലക്ഷ്യമെന്തെന്ന് ബ്രിട്ടീഷ് വിദ്യാഭ്യാസ വിചക്ഷണായിരുന്ന ലോർഡ് മെക്കാളോ തന്നെ പരസ്യമായി പറഞ്ഞു, ജന്മം കൊണ്ട് ഇന്ത്യക്കാരാണെങ്കിലും സംസ്കാരം കൊണ്ട് ബ്രിട്ടീഷുകാരാക്കലാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം, ഞങ്ങളുടെ സ്കൂളുകളുടെ ലക്ഷ്യം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇവിടത്തെ നമ്മുടെ കുട്ടികളെ ബ്രിട്ടീഷുകാരുടെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത് ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസം സ്വീകരിച്ചാൽ അവർ ജന്മം കൊണ്ട് ഇന്ത്യക്കാരാണ്, പക്ഷെ സംസ്കാരം കൊണ്ട് ബ്രിട്ടീഷുകാരായി മാറും. ബ്രിട്ടീഷ് അനുകൂലികളായി മാറുന്ന, ബ്രിട്ടീഷ് സംസ്കാരം അനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറയെ ഇവിടെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോ ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു, സ്വന്തം വിശ്വാസവും സംസ്കാരവും നഷ്ടപ്പെടുന്ന വിദ്യാഭ്യാസമാണെങ്കിൽ ആ വിദ്യാഭ്യാസം ഈ സമുദായത്തിന് ആവശ്യമില്ല എന്ന് അഭിമാനത്തോടുകൂടി വിളിച്ചു പറഞ്ഞു. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സുന്നി പണ്ഡിതന്മാർ ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരാണ്, അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരാണ്, ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണ് എന്നിത്യാദി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ സംഘടനയും സമുദായത്തെയും ഇപ്പോഴും ആക്ഷേപിക്കാൻ പലരും മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതേ കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാരുടെ കലാലയങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി മുന്നോട്ട് വന്നത്, നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് വന്നത്. പക്ഷെ ഗാന്ധിജിയെ കുറിച്ച് ആരും ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തെ സമുദായത്തെ പിറകോട്ട് നയിക്കാൻ ഗാന്ധിജിയുടെ നിലപാട് കാരണമായി എന്ന് ആരും പറയാറില്ല. ബ്രിട്ടീഷ് കലാലയങ്ങളെ ബഹിഷ്കരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത കാരണം കൊണ്ട് തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ ജനങ്ങൾ പിറകോട്ട് വന്നു. അതിന്റെ കാരണം ഗാന്ധിജിയുടെ ഈ പഴഞ്ചൻ നിലപാടാണെന്ന് ആരും ആരോപണം ഉന്നയിക്കാറില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്ഥാനത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നിൽക്കുക എന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ സംരക്ഷണമാണ് പ്രധാനം, ആചാരാനുഷ്ഠാനങ്ങളുടെ സംരക്ഷണമാണ് പ്രധാനം. ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആ വിശ്വാസത്തിന് തടസ്സം നിൽക്കാത്ത, ആ സംസ്കാരത്തിന് തടസ്സം നിൽക്കാത്ത വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ പ്രസ്ഥാനം എല്ലാ കാലത്തും മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഇന്ത്യയിൽ ജനിച്ചു വളരുന്ന ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സർവത്രികമായിട്ട്, സൗജന്യമായും നിർബന്ധിതമായിട്ടും വിദ്യാഭ്യാസം നൽകണം.
അതിവിടെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ബാധകമാണ്. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഓരോ കുട്ടിക്കും സൗജന്യ വിദ്യാഭ്യാസം നിർബന്ധമാണ്. നമ്മുടെ സർക്കാർ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട അവകാശമാണ് വിദ്യാഭ്യാസ അവകാശം. നമ്മുടെ കുട്ടികൾക്ക് സൗജന്യമായിട്ട് വിദ്യാഭ്യാസം നേടാൻ നമ്മുടെ നാട്ടിൽ അവസരമുണ്ടായിരിക്കുകയാണ്. സൗജന്യമായിട്ട് പാഠപുസ്തകം ലഭ്യമാകാൻ, സൗജന്യമായിട്ട് യൂണിഫോം ലഭ്യമാകാൻ, സൗജന്യമായിട്ട് സ്കൂളിൽ പഠിക്കാൻ ഇവിടെ അവസരം ഉണ്ടായിരിക്കുകയാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ സമുദായം കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തും പല രീതിയിൽ പണം സംഘടിപ്പിച്ചുകൊണ്ടും ഈ സമുദായത്തിന് ഭൗതിക വിദ്യാഭ്യാസം മാത്രം പോരാ, അതിനോട് ചേർത്തു വെക്കാൻ ആത്മീയമായ വിദ്യാഭ്യാസം ഉണ്ടാകണം. അത് കേവലം അറബി ഭാഷയും വ്യാകരണവും പഠിച്ചാൽ പോരാ, മതത്തെ യഥാർത്ഥ സ്രോതസ് പഠിക്കണം, അത് പ്രാമാണികമായി പഠിക്കണം. ആത്മീയമായ ശിക്ഷണത്തോടുകൂടി മതം പഠിക്കുന്ന ഒരു തലമുറ ഈ നാട്ടിൽ വളർന്നു വരണമെന്ന താല്പര്യത്തോടു കൂടിയാണ് പ്രാഥമികമായ മദ്രസ സംവിധാനം മുതൽ, ദർസുകൾ മുതൽ, അറബി കോളേജ് മുതൽ, ഇസ്ലാമിക സർവകലാശാലകൾ വരെ എത്തി നിൽക്കുന്ന ദീർഘമായ വിപുലമായ മതപഠന സംവിധാനങ്ങളും സംരംഭങ്ങളുമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോകുന്നത്. അപ്പൊ സമസ്തയെ സംബന്ധിച്ചിടത്തോളം കേവലം നമ്മുടെ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം ഉണ്ടാക്കി കൊടുക്കലല്ല അതിന്റെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. എല്ലാവരും വിദ്യാഭ്യാസം നേടുന്നുണ്ട്, നമ്മുടെ കുട്ടികളും വിദ്യാഭ്യാസം നേടട്ടെ, അവർക്കും വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നതല്ല താല്പര്യം. അവർക്ക് ലഭ്യമാകുന്ന ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയമായ വിദ്യാഭ്യാസം ഉണ്ടാകുന്ന എന്റെ ദീൻ, എന്റെ സമുദായം, എന്റെ മാതാപിതാക്കൾ എന്ന് തിരിച്ചറിയാൻ ശേഷിയും കഴിവുമുള്ള ആത്മീയമായ ശിക്ഷണം ലഭ്യമാകുന്ന വിദ്യാഭ്യാസമാണ് ഈ സമുദായത്തിന് ലഭ്യമാകേണ്ടത് എന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ കാര്യത്തിലുള്ള ഒരു പ്രഖ്യാപിതമായ നയനിലപാടാണ്, പ്രഖ്യാപിതമായ ലക്ഷ്യമാണ്. സമസ്തയുടെ ഭരണഘടനയിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മതവിദ്യാഭ്യാസത്തിന് കോട്ടം തട്ടാത്ത വിധത്തിലുള്ള ലൗകിക വിദ്യാഭ്യാസത്തെ, ഭൗതിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് 1935 ഭരണഘടന രജിസ്റ്റർ ചെയ്യുമ്പോൾ സമസ്തയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചതാണ്. ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് പോലും സമസ്തയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യത്തിലുള്ള നിലപാടെന്ന് പറയുന്നത്, ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത് മതവിദ്യാഭ്യാസത്തിനും മതബോധത്തിനും ആത്മീയമായ ശിക്ഷണത്തിനും കോട്ടം തട്ടാത്ത വിധത്തിലുള്ള ഭൗതിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന നിലപാടാണ്. അതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേവലം ഇവിടെ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിനല്ല തുടക്കം കുറിച്ചത്. അതിനേക്കാൾ അപ്പുറം സമസ്ത ഇവിടെ ഒരു വിദ്യാഭ്യാസ സംസ്കാരമാണ് പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ഒരു വിദ്യാഭ്യാസ സംസ്കാരം, അത് കേവലം അക്ഷരങ്ങൾ കൂട്ടി വായിക്കുന്ന വിദ്യാഭ്യാസമല്ല, കുറെ റാങ്കുകാരെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസമല്ല, കുറെ A+കാരെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസമല്ല, കുറെ സർട്ടിഫിക്കറ്റുകളും സനദുകളും വിതരണം ചെയ്ത വിദ്യാഭ്യാസമല്ല. അതിനേക്കാൾ അപ്പുറം മതമെന്തെന്ന് അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പ്രാമാണികമായി പഠിച്ച് ആ ഉസ്താദുമാരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അവരുടെ ശിക്ഷണത്തിലൂടെ വളരുന്ന, അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന, അച്ചടക്കമുള്ള, അനുസരണയുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം, ആ വിദ്യാഭ്യാസ സംസ്കാരമാണ് സമസ്ത ഇവിടെ പഠിപ്പിച്ചത്. ആ വിദ്യാഭ്യാസ സംസ്കാരത്തിന്റെ ആ ഒരു വൃത്തത്തിനകത്ത് നിന്നുകൊണ്ട്, ആ ഒരു ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ട് വിവിധങ്ങളായ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വിവിധങ്ങളായ സംവിധാനങ്ങൾ ആരംഭിച്ചു. ധാരാളം സ്ഥാപനങ്ങൾ, ഞാൻ ആ സ്ഥാപനങ്ങളെ കുറിച്ചോ അതിന്റെ സിലബസിനെ കുറിച്ചോ സ്ട്രീമുകളെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. പക്ഷെ ആത്യന്തികമായി അതിലൊരു താല്പര്യമുണ്ട്. ആ താല്പര്യം എന്താണ്? അക്കാദമികപരമായിട്ടും ഭരണപരമായിട്ടും മാദ്രസപരമായിട്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആത്മീയ ശിക്ഷണത്തിനനുസൃതമായിട്ടാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരേണ്ടത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവിലാസത്തിൽ പ്രവർത്തിക്കുന്ന, അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പൊക്കിയ ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രഥമവും പ്രധാനവുമായ മാനദണ്ഡം എന്ന് പറയുന്നത് ആദർശപരവും അക്കാദമികപരമായും ഭരണപരമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിന്റെ താല്പര്യം എന്താണ്? അതിന്റെ വരുമാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ല, അതിന്റെ പേരിൽ മേനിന്നടിച്ച് മറ്റുള്ളവർക്കിടയിൽ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവന ചെയ്യുന്ന ഒരാശയമുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയം, പാരമ്പര്യ ഇസ്ലാമിന്റെ ആശയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ പരമ്പരാഗതമായി കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലൂടെ കടന്നു വന്നിട്ടുള്ള ആ പാരമ്പര്യ വിദ്യാഭ്യാസത്തിന്റെ വഴിയെ ഇനിയുള്ള തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കണിശമായ താല്പര്യവും ബുദ്ധിയും ആ ഒരു നിലപാടുമാണ് അത്തരമൊരു സമീപനം സ്വീകരിക്കാൻ കാരണം. നിങ്ങൾ പിരിച്ചോളൂ, എനിക്കൊരു ശാസ്ത്രം അറിയില്ല.
ഇതിൻ്റെ ഫണ്ട് ശേഖരണം നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുന്നു. അള്ളാഹു നമ്മുടെ സ്വതക്കകൾ കബൂൽ ചെയ്യുമാറാകട്ടെ. അത്തരമൊരു താല്പര്യം, വിദ്യാഭ്യാസ രംഗത്ത് അത്തരമൊരു താല്പര്യം സമസ്ത കേരള ജംഇയ്യത്തുലമയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പൊ സ്വാഭാവികമായും സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആശയാദർശങ്ങൾക്കനുസൃതമായിട്ട് ഈ സമൂഹം മുന്നോട്ട് വരണം. അതൊരു സംഘടനാ താല്പര്യം മാത്രമല്ല, അതൊരു പ്രാസ്ഥാനികമായ താല്പര്യം മാത്രമല്ല, അതൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ നാടിന്റെ തന്നെ താല്പര്യമാണ്. ഈ നാടിന്റെ തന്നെ താല്പര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മഹത്തായ വാർഷിക സമ്മേളനം നടക്കുമ്പോ, 60ാം വാർഷിക സമ്മേളനമാണെന്ന് തോന്നുന്നു, സമസ്തയുടെ പ്രധാനപ്പെട്ട 60ാം വാർഷികമോ 70ാം വാർഷികമോ ആ രണ്ടാലൊരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മഹാനായ ശംസുലുമ കെ അബൂബക്കർ മുസ്ലിയാർ അള്ളാഹു പരലോകത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, ശംസുലുമ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, സമസ്ത കേരള ജംഇയ്യത്തുലമ ഇവിടെ നിലനിൽക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും സമസ്ത കേരള ജംഇയ്യത്തുലമ നിലനിൽക്കണം. അതിനോട് ചേർത്ത് പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുലമ ഇവിടെ നിലനിൽക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല, കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കാനും ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുലമ നിലനിൽക്കണം. കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കാനും, കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം മതസൗഹാർദ്ദം നിലനിൽക്കാനും സംരക്ഷിക്കാനും ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുലമ നിലനിൽക്കണമെന്ന് മഹാനായ ശംസുലുമ സമസ്തയുടെ ഒരു വാർഷിക മഹാസമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കിയിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിന് വിശദീകരണമായിട്ട് മഹാനായ ശംസുലുമ പറഞ്ഞു, നമ്മുടെ നാട്ടിലും ധാരാളം ഹൈന്ദവ സഹോദരന്മാർ ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി പോകാറുണ്ട്. ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി പോകാറുണ്ട്. ആ ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ഓരോ അയ്യപ്പ ഭക്തനും അദ്ദേഹത്തിന്റെ ആചാരാനുഷ്ഠാന ക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അവിടെ നിലവിലുള്ള ആചാരാനുഷ്ഠാന ക്രമങ്ങളോടൊപ്പം വാവരുടെ പള്ളി എന്ന് പറയുന്ന മുസ്ലിം പള്ളിയെ കൂടി പ്രദക്ഷിണം ചെയ്തതിനു ശേഷമേ ആ വാവരുടെ പള്ളിയുടെ പ്രദക്ഷിണം പൂർത്തിയാക്കിയാൽ മാത്രമേ ഒരു ശബരിമല അയ്യപ്പ ഭക്തന്റെ ശബരിമല തീർത്ഥാടനം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. നമ്മളൊക്കെ ഹജ്ജിന് പോകുമ്പോൾ നിർബന്ധിതമായിട്ട് പൂർത്തീകരിക്കപ്പെടേണ്ട ആചാരങ്ങൾ പൂർത്തിയാക്കിയാലേ ഹജ്ജ് പൂർത്തിയാവുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ശബരിമല അയ്യപ്പ ഭക്തന്റെ ശബരിമല തീർത്ഥാടനം പൂർത്തിയാകണമെങ്കിൽ ഈ വാവരുടെ പള്ളിയുടെ തവാഫും കൂടി പൂർത്തിയാക്കിയാലേ ആ ശബരിമല തീർത്ഥാടനം പൂർത്തിയാവുള്ളൂ. നമ്മളാരും പറഞ്ഞതല്ല, മുസ്ലിം സമുദായത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല. ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ കാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായി കൊണ്ടു നടക്കുന്ന ഒരു ആചാരമാണ്. ആ വാവറെ കുറിച്ച് മഹാനായ ശംസുലുമ പറഞ്ഞു, ആ വാവർ സൂഫിയാണെന്ന് വിശ്വസിക്കുന്ന, വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ. വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ. ആ വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ സുന്നികൾ ഇവിടെ നിലനിൽക്കണമെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നിലനിൽക്കണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുലമ നിലനിൽക്കണം. ആ സമസ്ത കേരള ജംഇയ്യത്തുലമ നിലനിൽക്കണം എന്നുള്ളത് ഇവിടുത്തെ സുന്നികളുടെ മാത്രം താല്പര്യമല്ല, ഈ നാടിന്റെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കാനും ആ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ നിലനിൽപ്പ് അത്യന്താപേക്ഷിതമാണ് എന്ന് പ്രഖ്യാപിച്ചയാളാണ് മഹാനായ ശംസുലുമ. ആ ശംസുലുമ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തിന് വിശാലമായ ഒരു കാഴ്ചപ്പാട് ഈ നാടിന് പകർന്നു കൊടുത്തൊരു മഹാവ്യക്തിത്വമാണ്. എന്നാൽ അതേ ശംസുലുമയാണ് ഈ സാമുദായിക സൗഹാർദ്ദത്തിന്റെ വിശാലമായ കാഴ്ചപ്പാട് കേരളീയ പൊതുസമൂഹത്തിന് പകർന്നു കൊടുത്ത അതേ ശംസുലുമയാണ് ഇതേ എടക്കരയിൽ വെച്ചുകൊണ്ട് ക്രൈസ്തവ മിഷണറിമാർ പരിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങളെ വികൃതമായിട്ട് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഈ സമുദായത്തിലെ വിശ്വാസികളെ മാർഗഭ്രംശം സംഭവിക്കാനും ആശയക്കുഴപ്പമുണ്ടാക്കാനും അവർക്കുള്ളിൽ യുദ്ധത്ത് സംഭവിക്കാൻ കാരണമാകുന്നവരെ അപകടകരമായ പ്രബോധന പ്രവർത്തനങ്ങൾ മിഷണറികൾ ഇവിടെ നടത്തിയപ്പോ ഒരു ഭാഗത്ത് സാമുദായിക സൗഹാർദ്ദത്തിന്റെ വാക്താവായിട്ട് മുന്നോട്ട് വന്ന അതേ ശംസുലുമ തന്നെ ഇവിടെ പ്രാമാണികമായി ഈ മിഷണറി പ്രവർത്തകന്മാർ സമുദായത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ ദൂരീകരിക്കാനും വേണ്ടി ആ പരിശുദ്ധമായ ബൈബിളിൽ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായിട്ട് അതിനുമായി ബന്ധപ്പെട്ട ആ മിഷണറികൾ ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ, ആ പ്രചാരണങ്ങളെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് ആ പ്രഭാഷണം നിർവഹിച്ച് അന്നത്തെ ആ പണ്ഡിതോചിതമായ ദൗത്യം നിർവഹിക്കാൻ മഹാനായ ശംസുലുമക്ക് സാധിച്ചു. നിങ്ങൾ ആലോചിക്കണം,
ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളെ കുറിച്ച് മഞ്ചേരിയിലും എടക്കരയിലും അന്ന് മഹാനായ ശംസുലമ നടത്തിയിട്ടുള്ള ആ ചരിത്ര പ്രസിദ്ധമായ പ്രഭാഷണം, ആ പ്രഭാഷണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്നോ അതിനുശേഷമോ RSSകാർ ഇവിടുത്തെ ഏതെങ്കിലും കാസ പോലെയുള്ള ക്രിസംഗികൾ ശംസുലമ ഇവിടെ വർഗീയത ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടോ? സമസ്തക്കാർ ഇവിടെ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ മതസ്പർദ്ധ വളർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ടും മതപരമായ പ്രബോധന ദൗത്യം ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് കേരളീയ സമൂഹത്തെ സമസ്തയോളം പഠിപ്പിച്ച മറ്റൊരു പ്രസ്ഥാനത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഒരു ഭാഗത്ത് സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് സമുദായത്തിന് ആവശ്യമായ ആത്മീയമായ നിർദ്ദേശം നൽകാനും മാർഗദർശനം നൽകാനും വിശ്വാസപരമായും കർമ്മപരമായും അവരേത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ഈ സമുദായത്തിന് ബോധിപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റു സഹോദര സമുദായങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് മുസ്ലിം ജീവിക്കേണ്ടത് എന്ന് പറയുകയല്ല, പ്രസംഗിക്കുകയല്ല, എഴുതുകയല്ല, ജീവിച്ചു കാണിച്ചു എന്നുള്ളതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന. ജമാഅത്തെ ഇസ്ലാമിക്ക് അവകാശപ്പെടാൻ പറ്റുമോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു മുജാഹിദ് വിഭാഗത്തിന് അവകാശപ്പെടാൻ പറ്റുമോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു ബിദഈ പ്രസ്ഥാനത്തിന് അവകാശപ്പെടാൻ പറ്റുമോ? ഞാൻ അവരെ ചെറുതാക്കാൻ വേണ്ടി സൂചിപ്പിച്ചതല്ല. പക്ഷേ ഈ ദൗത്യം മനോഹരമായിട്ട് നിർവഹിക്കാനും ആ ദൗത്യം കേരളീയ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താനും സാധിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അപ്പൊ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് ബോധ്യത്തിലാണെങ്കിലും അവിടെയെല്ലാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മഹത്തായ മാതൃകയുണ്ട്. ആ മാതൃക ഇനിയുള്ള കാലത്തും കേരളീയ സമൂഹത്തിൽ നിലനിർത്തുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ താല്പര്യമല്ല, സുന്നികളുടെ താല്പര്യമല്ല. ഈ നാട് അതിന്റെ പൈതൃകവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് സഹോദര സമുദായത്തിൽപ്പെട്ടവനും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ദൗത്യം വളരെ മനോഹരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ആദർശപരമായ കാര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഏത് പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും, എത്ര കോളിളക്കം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യമാണെങ്കിലും അടിസ്ഥാനപരമായി വിശ്വാസപരമായും കർമ്മപരമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശ ഭദ്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ ആ ഭദ്രതമായിട്ടുള്ള കാഴ്ചപ്പാടിനും ആ പ്ലാറ്റ്ഫോമിനകത്ത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് പരമപ്രധാനമാണ്. അതിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ത് ചെയ്തു? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു, ബിദഈ പ്രസ്ഥാനങ്ങളാണെങ്കിലും അവാന്തര വിഭാഗങ്ങളാണെങ്കിലും അവരുമായിട്ടൊക്കെ ഒരു നിശ്ചിത അകലം പാലിക്കണം. തർക്കുൽ മുവാലാത്ത് ഉൾപ്പെടെ പ്രഖ്യാപിക്കപ്പെട്ടൊരു പാരമ്പര്യമുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ബിദഈ പ്രസ്ഥാനങ്ങളോട് ഒരു നിശ്ചിതമായ അകലം പാലിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ആശയമുണ്ട്. ആ ആശയവൃത്തത്തിനകത്ത് തന്നെ മുസ്ലിം സമുദായത്തെ അടിയുറപ്പിച്ചു നിർത്തി അതിന്റെ ആചാരാനുഷ്ഠാന ക്രമങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അടിയുറച്ച അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയമനുസരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യവും സംവിധാനവുമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത്. ആ ഭദ്രമായ സാമൂഹ്യ ചുറ്റുപാട് നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? ആ ഭദ്രമായ സാമൂഹ്യ ചുറ്റുപാട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ള വിഭാഗങ്ങളുമായിട്ട് നിശ്ചിതമായ അകലം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് സമസ്തയുടെ ഒരു കാഴ്ചപ്പാടാണ്. എന്നാൽ ഇതേ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന അതേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് മുസ്ലിം സമുദായത്തിന്റെ ഒരു പൊതുവായ പ്രശ്നമോ വെല്ലുവിളിയോ വന്നു കഴിഞ്ഞാൽ ഈ സമുദായത്തിന്റെ പൊതുവായ ഐക്യത്തിനു വേണ്ടി എല്ലാ മുസ്ലിം സംഘടനകളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുക എന്ന ഫോർമുല കേരളീയ മുസ്ലിം സമൂഹത്തിൽ അവതരിപ്പിച്ചതും അത് പ്രായോഗവൽക്കരിച്ചതും മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ശരീഅത്ത് വിവാദ കാലത്തെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം, ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. അപ്പൊ മുസ്ലിം സമുദായത്തിന് എതിരായ ഐക്യത്തിനെതിരായ ഭിന്നിപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമം സമസ്ത നിർവഹിച്ചിട്ടില്ല. എത്രത്തോളം ശരീഅത്ത് വിവാദക്കാലത്ത് മഹാനായ അബുൽ ഹസൻ അലി നബി സാഹിബ് ഉൾപ്പെടെ പങ്കെടുത്ത, ഇവിടുത്തെ വിവിധ മതസംഘടനകളൊക്കെ പങ്കെടുത്ത സമ്മേളനത്തിൽ മഹാനായ ശംസുൽ ഉലമ വേദി പങ്കിട്ട് കഴിഞ്ഞാൽ, ബിദഈ പ്രസ്ഥാനക്കാരോടൊപ്പം വേദി പങ്കിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ആദർശത്തിന് ചോർച്ചയും ദൗർബല്യവും സംഭവിക്കുമെന്ന് സംഘടനക്കകത്തുള്ള ചില ആളുകൾ തന്നെ ആശങ്ക പ്രകടിപ്പിച്ച കാലത്ത് കേവലം സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എങ്കിൽ മഹാനായ ശംസുൽ ഉലമക്ക് അന്ന് പറയാമായിരുന്നു, ഇത്തരത്തിലുള്ള പൊതുവേദിയിൽ പങ്കെടുക്കുന്നതിനോട്
ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഞങ്ങളുടെ നിശബ്ദമായ എല്ലാ പിന്തുണയുണ്ട്, ഞങ്ങൾ തൽക്കാല പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല, എല്ലാം ഭംഗിയാകട്ടെ, പിറകിൽ നിന്നുള്ള പിന്തുണയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നു. പക്ഷേ സമുദായത്തിന്റെയും ശരീഅത്തിന്റെയും പൊതുവായ താല്പര്യത്തിന് വേണ്ടി മുസ്ലിം സമുദായം ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടം വന്നപ്പോ ആ ഒരുമിച്ച് നിൽക്കുന്ന തീരുമാനമെടുക്കുമ്പോ അതിന്റെ പേരിൽ സംഘടനയിൽ നിന്ന് ഒരു വിഭാഗം മാറി നിൽക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും അതിനേക്കാൾ പ്രധാനം, സംഘടനാ താല്പര്യങ്ങളെക്കാൾ പ്രധാനം ശരീഅത്താണ് പ്രധാനം, സമുദായ ഐക്യമാണ് പ്രധാനം എന്ന ചരിത്രം അത് സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് മാത്രമാണുള്ളത്. അതുകൊണ്ട് അനൈക്യത്തിന്റെ ഒരു വാതിലും സമസ്ത കേരള ജംഇയ്യത്തുലമ ഒരു കാലത്തും തുറന്നു വെച്ചിട്ടില്ല. ഭിന്നിപ്പിന് കളമൊരുക്കുന്ന ഒരു സാഹചര്യവും സമസ്ത കേരള ജംഇയ്യത്തുലമ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുലമ ഒരു ആദർശ പ്രസ്ഥാനമാണ്. ഒരു ആദർശ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുമ്പോ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോം ഭദ്രമായിരിക്കണം, അതിന്റെ വൃത്തം, അതിന്റെ അതിർവരമ്പുകൾ ഭദ്രമായിരിക്കണം. ആ അതിർവരമ്പുകൾ ഭേദിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു ആദർശ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് ആ സംഘടനക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുലമ കണിശമായ തീരുമാനങ്ങളും നിലപാടുകളും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഇത് സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് മാത്രം പറഞ്ഞൊരു കാര്യമല്ല, മതസംഘടനകൾക്കിടയിൽ മാത്രമുള്ള കാര്യമല്ല, നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ പോലും നടക്കുന്ന കാര്യമാണ്. എതിർ പാർട്ടികൾ സംഘടിപ്പിക്കുന്ന, നയപരമായ വിയോജിപ്പുള്ള പാർട്ടികൾ സംഘടിപ്പിക്കുന്ന, ആശയപരമായ വിയോജിപ്പുള്ള പാർട്ടികൾ സംഘടിപ്പിക്കുന്ന പല പരിപാടികളും പങ്കെടുത്തതിന്റെ പേരിൽ പുറത്താക്കപ്പെടലുകൾ നടക്കാറുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നവകേരള സദസ്സ് നടക്കുന്നുണ്ട്. ഞാൻ രാഷ്ട്രീയം പറയല്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആ നവകേരള സദസ്സ് നടക്കുമ്പോ ആ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട പലരും പറഞ്ഞിട്ട് അതിനെ ലംഘിച്ചിട്ട് പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട പല ആളുകളും ഒറ്റപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ പങ്കെടുത്തപ്പോ ആ പാർട്ടികൾ അവരോട് എന്ത് സമീപന സ്വീകരിച്ചത്? വികസന കാര്യം ചർച്ച ചെയ്യാൻ പോയതല്ലേ, സാരല്ല എന്ന് പറഞ്ഞ് മടക്കി വെച്ചോ? അതറിയാതെ പോയതാണ്, സാരമില്ല എന്ന് പറഞ്ഞിട്ട് മാപ്പ് കൊടുത്തോ? ഇല്ല. ആ നവകേരള സദസ്സിൽ പങ്കെടുത്ത പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ 24 മണിക്കൂർ തികയും മുമ്പ് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു പാർട്ടിയുടെ ഒരു നയത്തിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ ഭദ്രത കാത്തു സൂക്ഷിക്കണമെങ്കിൽ, സംഘടന അച്ചടക്കം നിലനിർത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രീതി തുടരും. അത് മതസംഘടനകൾക്കിടയിൽ ഉണ്ടാകും, രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഉണ്ടാകും. ആ കാര്യം പറയുന്ന സമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുലമ അത്തരമൊരു നിലപാട് പറയുന്ന സമയത്ത് നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 2024 പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയത്ത് അങ്ങനെ മുജാഹിദ് വേദിയിൽ പോകുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര സംഭവമാക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഉപദേശിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുടെ ഉപദേശത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു. ഒരാദർശ പ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുലമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദർശ ഭദ്രത കാത്തു സൂക്ഷിക്കണമെങ്കിൽ അതേ സമീപനം സ്വീകരിക്കേണ്ടി വരും. അത് സമസ്ത മാത്രം സ്വീകരിക്കുന്ന സ്വഭാവമല്ല. സംഘടന അച്ചടക്കവും ബോധവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് മതരാഷ്ട്രീയ സംഘടനകളും നമ്മുടെ നാട്ടിൽ നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ പലയിടത്തും പറയുന്ന കാര്യമാണ്, ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടന്നു കണ്ണൂരിൽ ഒരു 5-8 മാസം മുമ്പ്. ആ സമ്മേളനത്തിൽ CPM-നും കോൺഗ്രസിനും യോജിക്കാവുന്ന ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് കണ്ണൂരിൽ ഒരു സെമിനാർ നടക്കുന്നു. ആ സെമിനാറിലേക്ക്, CPM സംഘടിപ്പിക്കുന്ന സെമിനാറിലേക്ക് കോൺഗ്രസിന്റെ പ്രമുഖരായ 2 ദേശീയ നേതാക്കളെ ക്ഷണിക്കുന്നു. ഒന്ന് മുൻ കേന്ദ്രമന്ത്രി KV തോമസ്, മറ്റൊന്ന് മുൻ കേന്ദ്രമന്ത്രി ഡോക്ടർ ശശി തരൂർ MP. രണ്ടുപേരെയും ക്ഷണിച്ചു. ഈ 2 പേരും ക്ഷണിക്കുന്ന പരിപാടി ഏതാണ്? കോൺഗ്രസിനും CPM-നും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ദേശീയ തലത്തിൽ അവർ പലപ്പോഴും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന, ഇന്ന് ഇന്ത്യ മുന്നണിയിലടക്കം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ദേശീയ തലത്തിലുള്ള വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഡോക്ടർ ശശി തരൂരിനെയും KV തോമസിനെയും 2 പ്രമുഖരായ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ CPM ക്ഷണിച്ചു. ആ വേദിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴേക്ക് ആദർശം ചോർന്നു പോവുകയോ എന്നൊന്നും ആരും ചോദിച്ചില്ല. എന്താ സംഭവിച്ചത്? കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞു 2 പേരും അതിൽ പങ്കെടുക്കാൻ പാടില്ല, 2 പേരും അതിൽ പങ്കെടുക്കാൻ പാടില്ല. ഡോക്ടർ ശശി തരൂർ പങ്കെടുത്തില്ല. ഡോക്ടർ ശശി തരൂർ പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഇന്നും കോൺഗ്രസിന്റെ MP ആണ്, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വരെ അദ്ദേഹം മത്സരിച്ചു. അദ്ദേഹം ഇന്നും കോൺഗ്രസ് നേതാവാണ്.
പ്രൊഫസർ കെ വി തോമസ് മുൻ കേന്ദ്രമന്ത്രിയാണ്. എത്രയോ തവണ MP ആയിട്ടുണ്ട്, കേന്ദ്രമന്ത്രി ആയിട്ടുണ്ട്, സംസ്ഥാന മന്ത്രി ആയിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മടിയിലിരുത്തി കളിപ്പിച്ച് വളർത്തിയ ആളാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരിക്കലും കൈയൊഴിയാൻ പറ്റാത്ത ഒരാളാണ് പ്രൊഫസർ കെ വി തോമസ്. പക്ഷേ സംഘടനയുടെ നിർദ്ദേശം ലംഘിച്ചു. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ പിറ്റേ ദിവസം പ്രൊഫസർ കെ വി തോമസ് കോൺഗ്രസ് പുറത്തായി, ഔട്ടായി. ആരെങ്കിലും അതിന്റെ പേരിൽ നിങ്ങൾ അറിയണം, സംഘടനാ ശാസ്ത്രം അറിയുന്ന, രാഷ്ട്രീയം അറിയുന്ന, ഇത്തരം സംഘടനാ ഭദ്രത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന ആരെങ്കിലും പറഞ്ഞോ ഒരു 10 മിനിറ്റ് അവിടെ പോയി ഇരുന്നപ്പോഴേക്ക് അത്തരം ഒരു കർശനമായ നിലപാട്, അത് ഇത്രയും പാരമ്പര്യം ആളോട് സ്വീകരിക്കാൻ പാടുണ്ടായിരുന്നോ എന്ന് കോൺഗ്രസിന് പുറത്തല്ല അകത്തുള്ള ആളുകൾ പോലും ചോദിച്ചില്ല. എന്താ കാരണം? സംഘടനാ ഭദ്രത, ആദർശപരമായ ഭദ്രത എന്നൊക്കെ പറഞ്ഞാൽ ഈ രീതിയാണ്. അപ്പൊ ഇത് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുണ്ട്, മതസംഘടനകൾക്കിടയിലുണ്ട്, പൊതുവായി സ്വീകരിക്കുന്ന സമീപനമാണ്. നമ്മള് മുജാഹിദ് വിഭാഗത്തോട് ആദർശപരമായ വിയോജിപ്പ് നമുക്കുണ്ട്. പക്ഷെ സമുദായത്തിന്റെ പൊതുകാര്യം വരുമ്പോ മുജാഹിദിന്റെ അടുത്ത് പോയിരിക്കാൻ തടസ്സമില്ല. ജമാഅത്തെ ഇസ്ലാമിയും ആദർശപരമായ വിയോജിപ്പുണ്ട്, സമുദായത്തിന്റെ പൊതുകാര്യങ്ങളിൽ അവരുമായിട്ട് വേദി പങ്കിടുന്നതിന് തടസ്സമില്ല. ഏത് വിഘടിത സംഘടനയാണെങ്കിലും ഏത് ബിദായി പ്രസ്ഥാനമാണെങ്കിലും ഒക്കെ ഈ സമീപനമാണ്. പക്ഷേ ഈ പ്രസ്ഥാനത്തിന്റെ അംഗീകാരവും സ്വീകാര്യതയും ചൂഷണം ചെയ്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ അടർത്തിയെടുക്കാനും ആ അർത്ഥത്തിൽ ചൂഷണം ചെയ്യാനും നമ്മുടെ സംഘടന ഭദ്രത തകർക്കാനും ചൂഷണം ചെയ്യാനും ഒക്കെ ഇത്തരം ബിദഈ പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാവുക എന്നുള്ളത് സാമാന്യ ബോധമുള്ള ഒരു സംഘടനാ പ്രവർത്തകർക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇത്തരം ഒരു കണിശമായ സമീപനം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ആ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്നും ഈ 98 വർഷം എത്തുമ്പോഴേക്ക് സമസ്ത കേരള ജംഇയ്യത്തും വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന അഭിമാനകരമായ ഒരാദർശ പശ്ചാത്തലവും ബോധവുമുള്ള ഒരു വലിയ സാമൂഹ്യ അന്തരീക്ഷത്തെ ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിർത്താൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഭരണകൂടങ്ങളുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണീയർ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതിപ്പോ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു സംഗതിയൊന്നുമല്ല. ആ രീതിയിൽ സമസ്തയെ തെറ്റിദ്ധരിപ്പിക്കാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതോ 7 വൻദോഷങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് ഒരേ സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കപ്പെടുന്ന അതേ സമയത്ത് തന്നെ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷും കണക്കും സയൻസും പഠിക്കാൻ നിശാ പാഠശാല സ്ഥാപിക്കണമെന്ന് പ്രമേയത്തോട് ആവശ്യപ്പെട്ട സംഘടനയുടെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ബ്രിട്ടീഷുകാർ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ എതിർക്കേണ്ടിടത്ത് സമസ്ത എതിർത്തിട്ടുണ്ട്. എന്നാൽ ഈ നാട് ഭരിക്കുന്ന ഭരണകൂടമാണ് എന്ന രീതിയിൽ ആ ഭരണകൂടത്തോട് അവകാശങ്ങൾ ചോദിക്കാനും മടിച്ചിട്ടില്ല. അവകാശങ്ങൾ ഔദ്യോഗികമായിട്ട് ചോദിക്കാനും വാങ്ങാനും ആ അർത്ഥത്തിൽ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഭരണകൂടങ്ങളുമായിട്ട് ആ അർത്ഥത്തിൽ ബന്ധപ്പെടുന്ന പാരമ്പര്യം സമസ്തയുടെ സ്ഥാപകകാലം മുതലേ ഉള്ള സംഗതിയാണ്. പക്ഷേ ഇന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നിവേദനം കൊടുത്താൽ, നമ്മൾ തിരുവനന്തപുരത്ത് പോയിട്ട് നമ്മുടെ നേതാക്കൾ നിവേദനം കൊടുത്താൽ, അല്ലെങ്കിൽ സർക്കാരിനോടൊരു കാര്യം പറഞ്ഞാൽ, ആ പറഞ്ഞ കാര്യം സാധിപ്പിച്ചു തരുമ്പോ അതിനെ അഭിനന്ദിച്ചാൽ ഇതൊക്കെ ഒരു മഹാപാതകമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേവലം ഒരു 4-അംഗ രാഷ്ട്രീയ പാർട്ടിയുടെ പരുവത്തിലേക്ക് ചുരുക്കിക്കെട്ടി ഇതിന്റെ വില കുറക്കാനും ഇകഴ്ത്തി കാണിക്കാനും ആ ഒരു കാഴ്ച പലരും സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ആ അർത്ഥത്തിൽ നിസ്സാരവൽക്കരിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. ഒരിക്കലും കഴിയുന്ന കാര്യമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏത് ഭരണകൂടങ്ങളുമായിട്ട് അതാത് കാലഘട്ടത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവം, കേരള സംസ്ഥാന ഗവൺമെന്റുമായി ഇടപെട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയം, കേരള മുഖ്യമന്ത്രി ഇപ്പോൾ ആൾ ശരിയില്ല, അതുകൊണ്ട് തമിഴ്നാട്ടിൽ പോയിട്ട് സ്റ്റാലിന്റെ അടുത്ത് നിവേദനം കൊടുക്കുക. പരിഹാരാവോ? നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് അടക്കാൻ സുഖമാണ്, നേരെ കൂടുതൽ കയറിയാൽ മതി. പിണറായിന്റെ അടുത്ത് പോയാൽ ശരിയാവില്ല, അയാൾ CPM-കാരനാണ്, ഇടതുപക്ഷക്കാരനാണ്. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ നേരെ തമിഴ്നാട്ടിൽ കയറുക, സ്റ്റാലിന്റെ അടുത്ത് പോയിട്ട് നിവേദനം കൊടുക്കുക. സ്റ്റാലിന്റെ അടുത്ത് നിവേദനം കൊടുത്ത് നമ്മുടെ കാര്യം ശരിയാവും? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്.
BJP-കാരനാണ്. ഒരർത്ഥത്തിലും 1% പോലും നമുക്ക് രാഷ്ട്രീയമായിട്ടോ അല്ലാതെയോ യോജിക്കാൻ കഴിയുന്ന ആളല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എടുത്തു പോയിട്ട് എന്തായാലും ആ കാര്യം ശരിയാവൂല. അതുകൊണ്ട് എന്ത് ചെയ്യാ? നേരെ പാകിസ്ഥാൻക്ക് പോയി. അതോ ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രിയുടെ അടുത്ത് നിവേദനം കൊടുക്കാൻ പറ്റും? ഒരു രാജ്യത്തെ ഭരണീയരെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ആ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ആ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. ആ ഭരണകൂടത്തിന് മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയും, ആവശ്യങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കും, അതിനെതിരായ സമീപനം സ്വീകരിക്കും, അതിനെതിരെ പ്രതിഷേധിക്കും, സമരം നടത്തും, പ്രക്ഷോഭം നടത്തും. ഈ പാരമ്പര്യമല്ലേ സമസ്ത കേരള ജമിയത്ത് നമുക്കുള്ളത്? ആ സമസ്തയുടെ കാലങ്ങളായിട്ടുള്ള പാരമ്പര്യത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് സമസ്തയെ വളരെ മോശമായി ചിത്രീകരിക്കാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടങ്ങൾ ആരാണെങ്കിലും ഈ സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങൾ അവരോട് ആവശ്യപ്പെടുക, അത് നേടിയെടുക്കാൻ ശ്രമങ്ങൾ നടക്കുക, നിയമപരമായ പോരാട്ടങ്ങൾ നടക്കുക, കോടതിയുടെ മുമ്പാകെ പോകുക, ഏത് വഴിയാണ് സ്വീകരിക്കേണ്ടത് ആ വഴി സ്വീകരിച്ചുകൊണ്ട് വളരെ നീതിബോധത്തോടുകൂടി ആ സംഘടനാ പ്രവർത്തനം നിർവഹിച്ചുകൊണ്ട് സമുദായത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന സമീപനമാണ് എല്ലാ കാലത്തും സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇടപെടുമ്പോ, ആ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ചില തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോ, അല്ലെങ്കിൽ അതിൽ സമസ്തയുടെ ചില തീരുമാനങ്ങൾക്ക് ഇവിടെ സ്വീകാര്യത ലഭ്യമാകുമ്പോ, അങ്ങനെ സമസ്തക്കാർ അങ്ങനെ ഒറ്റക്ക് ഗോളടിക്കണ്ട. അതുകൊണ്ട് സമസ്തയെ മോശമായി ചിത്രീകരിക്കുക, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ ഒന്നെണ്ണം ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ ഈ സംഘടന ഇല്ലായ്മ ചെയ്യുമെന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അവർ സമസ്തയുടെ ചരിത്രം പരിശോധിക്കണം. ഇതിനേക്കാൾ വലിയ ഭീമന്മാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ തകർക്കാൻ വന്നിട്ടുണ്ട്. അന്ന് സമസ്തയുടെ അതിന്റെ രോമത്തിന് പോലും തൊടാൻ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്നത്തെ ഏഴാംകൂലികൾക്കൊന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഒരു പോറലും ഏൽപ്പിക്കാൻ കഴിയില്ല. ഞാൻ അവകാശവാദം ഉന്നയിക്കുന്നതല്ല. കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇന്നും ഈ പ്രസ്ഥാനത്തിന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ നേതൃത്വം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇന്നും മഹാനായ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കെതിരെ അടിച്ച പന്ത് തിരിച്ചവിടെയാണ് പോയി ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സമസ്തക്കെതിരെ എന്താരോപണം ഉന്നയിക്കുന്നു അതേ ആരോപണങ്ങൾ നേരെ തിരിച്ച് ഇന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി സൂചിപ്പിച്ചതല്ല. നിഷ്പക്ഷമായി, സത്യസന്ധമായി, സൂക്ഷ്മതയോടുകൂടി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പാരമ്പര്യത്തിലൂന്നിക്കൊണ്ട് ആ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോ അതിന്റെ ആ നല്ല പോക്കിന് വഴിതട സൃഷ്ടിക്കാനും അതിന്റെ പേരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും പൊതുസമൂഹത്തിലും പൊതുമാധ്യമങ്ങളിലും അതിനെ ഇകഴ്ത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത്, ഇതിനേക്കാൾ വലിയ അപവാദ പ്രചാരണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സമസ്തയുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഈ പ്രസ്ഥാനത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സാദാത്തുക്കൾ, നമ്മുടെ ആദരണീയ ഉസ്താദുമാർ അവർ നിസ്വാർത്ഥരാണ്, സൂക്ഷ്മശാലികളാണ്, സത്യസന്ധരാണ്. ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി മാത്രം ഈ ഉമ്മത്തിനെ നയിക്കണമെന്ന് താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇക്കാലം അത്തരം ശ്രമങ്ങൾ വിജയിച്ചിട്ടില്ലെങ്കിൽ ഇനിയുള്ള കാലത്തും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരെ ആര് ശ്രമിച്ചാലും അത്തരം ശ്രമങ്ങൾ വിജയിക്കുന്നതല്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഇന്ന് പൊതുസമൂഹത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു വലിയ സ്വീകാര്യതയും അംഗീകാരവും ആ അർത്ഥത്തിൽ ഒരു പ്രതിച്ഛായമൊക്കെ നേടിയെടുക്കാൻ സാധിച്ചു. അത് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരമാണ്. ദൃശ്യമാധ്യമങ്ങളൊന്നും ഇത്ര സജീവമല്ലാത്ത കാലത്ത്, സാമൂഹ്യ മാധ്യമങ്ങളൊന്നും ഇത്ര സജീവമല്ലാത്ത കാലത്ത്, കേവലം അച്ചടി മാധ്യമങ്ങൾ ദുർലഭമായിരുന്ന കാലത്ത്, എഴുത്തുകുത്തുകളിൽ മാത്രം ആശയവിനിമയം നടത്തിയിരുന്ന കാലത്ത് സ്വാഭാവികമായിട്ടും മറ്റു അവാന്തര വിഭാഗങ്ങളിലേക്കോ മറ്റു സഹോദര സമുദായങ്ങളിലേക്കോ സർക്കാർ സംവിധാനങ്ങളിലേക്കൊന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ കുറിച്ചോ അതിന്റെ സന്ദേശങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാധ്യമങ്ങളോ ആശയവിനിമയോപാധികളോ വേണ്ടത്ര കഴിഞ്ഞ കാലങ്ങളിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. ഇന്ന് അവിടുന്ന് മാറി. ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സ്വന്തമായി ഒരു മുഖപത്രമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തോളമായി നമ്മുടെ സുപ്രഭാതം പത്രം അത് കേവലം ഒരു സംഘടനാ പത്രം എന്ന രീതിയിലല്ല, സഹോദര സമുദായത്തിൽപ്പെട്ടവർ പോലും അതിന് സ്ഥിരം വാർഷിക വരിക്കാരാണ്. കാരണം എന്താണ്? അത് നിഷ്പക്ഷമായ ഒരു പൊതുപത്രം എന്ന രീതിയിൽ അവർക്ക് കാണാനും വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ആരും ആലോചിക്കും, ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്, എന്ത് കാഴ്ചപ്പാടാണ് അതിന് പിന്നിലുള്ളത്. ഈ വാർത്താ വിന്യാസത്തിലെ ആ സൂക്ഷ്മത, ആ സത്യസന്ധത, ആ മതേതര ബോധം
ഒരു മതസംഘടന, ഒരു പണ്ഡിത നേതൃത്വം ഇതൊക്കെ നിർവഹിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിൽപ്പെടുന്ന ആളുകൾ ഇതിനെ ശ്രദ്ധിക്കും. ആ അർത്ഥത്തിലുള്ള ശ്രദ്ധയും സ്വീകാര്യതയും നമ്മുടെ പത്രമുഖേനയൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുണ്ടായി. എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാകുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ കാരണം എന്താണ്? ഇന്നത്തെ ഈ വാർത്താ മാധ്യമങ്ങളുടെയും ഇന്നത്തെ പുതിയ സാമൂഹ്യ മാധ്യമങ്ങളുടെയും അതേപോലെ നമ്മുടേതായിട്ട് മുഖപത്രത്തിന്റെയും ഒക്കെ പ്രചാരം നേടിയപ്പോ പൊതുസമൂഹത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അതെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറി. ഇവിടെ ഒരു പുതിയ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നാൽ, എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോഴേക്ക് ഇക്കാര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ത് പറയുന്നു എന്ന് ചോദിക്കാൻ വേണ്ടി കോഴിക്കോട് സമസ്തയുടെ ആസ്ഥാനത്തേക്ക് ചാനൽ വേണ്ടേ? എന്തിനാ ഒന്നായിട്ട് ചാനലുകൾ വരേണ്ട കാര്യം? കണ്യത്ത് ഉസ്താദിന്റെ കാലത്ത് ഇങ്ങനത്തെ ചാനലുകളൊന്നും വന്നിട്ടില്ലല്ലോ. ഇപ്പൊ അങ്ങനെ ചാനൽ വന്നു കഴിഞ്ഞാൽ സമസ്തന്റെ പോക്ക് ശരിയില്ലാതെ അങ്ങനെ വിലയിരുത്തി. എന്തിനാണ് ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ സമസ്ത പ്രസിഡന്റിന്റെ അഭിമുഖം വരുന്നത്? കണ്യത്ത് ഉസ്താദിന്റെ അഭിമുഖം ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുണ്ടോ? ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ, ഇംഗ്ലീഷ് പത്രത്തിലൊന്നും കണ്യത്ത് ഉസ്താദിന്റെ അഭിമുഖം വന്നിട്ടില്ല. അതുകൊണ്ട് ജിഫ്രി തങ്ങളുടെ അഭിമുഖം വരാൻ പാടില്ല. അങ്ങനെ അഭിമുഖം വന്നാൽ ജിഫ്രി തങ്ങൾ വഴിതെറ്റി സഞ്ചരിക്കുകയാണ്. എങ്ങനെയുണ്ട് കണ്ടുപിടുത്തം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പൊതുസമൂഹത്തിൽ എന്തെങ്കിലും ഒരു സ്വീകാര്യത ഉണ്ടാകുന്ന ഒരു ദൃശ്യത വന്നാൽ അതിനെ ആ രീതിയിൽ വക്രീകരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് സ്വാഭാവികമായും ഒരു സമൂഹത്തിൽ, ഒരു പ്രസ്ഥാനത്തിന് സ്വീകാര്യത ഉണ്ടായാൽ, അംഗീകാരമുണ്ടായാൽ, അത്തരം ഒരു വിസിബിലിറ്റി ഉണ്ടായാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിലപ്പുറമൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ 100 കൊല്ലക്കാലം ഇവിടെ കൊണ്ടുവന്ന ഏതെങ്കിലും ആദർശം മാറ്റി പറഞ്ഞോ? അതിന്റെ പാരമ്പര്യത്തിന് ഏതെങ്കിലും ഘടകവിരുദ്ധമായ പ്രവർത്തനം നടത്തിയോ? ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പുതിയ കാലത്തിന്, പുതിയ സാഹചര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വലിയ രീതിയിലുള്ള ദൃശ്യതയും വലിയ രീതിയിലുള്ള സ്വീകാര്യതയും പൊതുസമൂഹത്തിന്റെ അംഗീകാരവും ഉണ്ടായി. അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കല്ലേ വേണ്ടത്? അത്രത്തോളം എന്റെ പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തിൽ അംഗീകാരവും സ്വീകാര്യതയും ഉണ്ടായി എന്ന് മനസ്സിലാക്കല്ലേ വേണ്ടത്? ഇവിടെ വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായി. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി സത്യസന്ധമായിട്ട് അതിനെ പരിശോധിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ആ കാര്യത്തിലൊക്കെ എന്തൊക്കെയോ ചില രാഷ്ട്രീയ അന്തർനാടകങ്ങൾ കളിച്ചു എന്ന രീതിയിൽ ഇന്നും തെറ്റിദ്ധരിച്ചിരിക്കുന്ന പല പാവങ്ങളുണ്ട്. നമ്മൾ ആലോചിക്കണം, കേരളത്തിലെ വഖഫ് ബോർഡിലെ നിയമനം PSCക്ക് വിടണമെന്ന് നമ്മുടെ സർക്കാർ, സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയാണ്. വഖഫ് ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ നിയമനം PSCക്ക് വിടണം. ഈ തീരുമാനം വന്നപ്പോൾ സമസ്തയും അതിന്റെ പോഷകഘടകങ്ങളും എടുത്ത നിലപാടെന്താണ്? മഹാന്മാരായ വാഖഫീങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് വഖഫിന്റെ സംരക്ഷണവും അതിന്റെ ബോർഡിന്റെ ഉത്തരവാദിത്വവും ഉദ്യോഗസ്ഥ നിർവഹണവും നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് അത് PSCക്ക് വിടാൻ പാടില്ല. ഇനി PSCക്ക് വിട്ടാൽ മുസ്ലിം ഉദ്യോഗാർത്ഥികളെ മാത്രമേ നിയമിക്കൂ എന്ന് പറഞ്ഞാലും അതും അനുവദിക്കാൻ പാടില്ല. കാരണം എന്താണ്? അതിലും ഒരുപക്ഷെ ചില കനേശുമാരി മുസ്ലിങ്ങൾ വരും, മുസ്ലിം നാമധാരികളായ യുക്തിവാദികൾ വരും, മുസ്ലിം നാമധാരികളായ നിരീശ്വരവാദികൾ വരും, മുസ്ലിം നാമധാരികളായ ഈ വാഖഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ഒന്നും വിലകൽപ്പിക്കാത്ത അത്തരം ആളുകൾ ഉദ്യോഗസ്ഥന്മാരായിട്ട് വരും. കാരണം PSC പരീക്ഷ പാസ്സാവാൻ വിശ്വാസം പരീക്ഷിക്കൂല, നേരെ മറിച്ച് ചോദ്യത്തിന് ഉത്തരവെഴുതുന്നവരാണ്, അതിൽ മാർക്ക് ലഭിക്കുന്നവരാണ് PSC പരീക്ഷയിലേക്ക് സെലക്ഷൻ ലഭിക്കുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തുടക്കം പോലെ പറഞ്ഞ കാര്യം എന്താണ്? തുടക്കം മുതലേ പറഞ്ഞ നിഷ്പക്ഷമായി എന്റെ സഹോദരന്മാർ ചിന്തിക്കണം. ഈ ഒരു തീരുമാനമായി ഗവൺമെന്റ് മുന്നോട്ട് വന്നപ്പോൾ സമസ്തയും സുന്നി മഹല്ല് ഫെഡറേഷനും നമ്മുടെ പോഷകഘടകങ്ങളും ഒക്കെ പറഞ്ഞ കാര്യം എന്താണ്? വഖഫ് ബോർഡിലെ നിയമനങ്ങൾ PSCക്ക് വിടാൻ പാടില്ല. അത് വിശ്വാസികൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഇനി വിശ്വാസികളായ ആളുകളെയാണ് PSCയിലൂടെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാലും അത് സ്വീകാര്യമല്ല. കാരണം ആ വിശ്വാസത്തിന്റെ മാനദണ്ഡം ഒരു PSC പരീക്ഷയിലൂടെ നിർണ്ണയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വഖഫ് ബോർഡിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ബോർഡ് അതിന് അർഹതപ്പെട്ട ആളുകളെ തന്നെ നിയമിക്കണമെന്ന് സമസ്ത ഖണ്ഡിതമായി പറഞ്ഞു. നിയമസഭയിൽ ചർച്ചകൾ വന്ന സമയത്ത് ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല. നമ്മൾ നിഷ്പക്ഷമായി ഒരു വിഷയം പഠിക്കുമ്പോൾ ബോധ്യപ്പെടേണ്ട ഒരു കാര്യം, നിയമസഭയിൽ ഇത് സംബന്ധമായ ചർച്ച വന്ന സമയത്ത് പ്രതിപക്ഷത്തുള്ള ചില MLA പോലും അവർ പറഞ്ഞ അന്നത്തെ അഭിപ്രായം എന്തായിരുന്നു? നിലവിൽ വഖഫ് ബോർഡിലുള്ള ഉദ്യോഗസ്ഥന്മാരെ താൽക്കാലിക നിയമനം ലഭിച്ച ആളുകളെ സ്ഥിരമായിട്ട് നിയമിക്കുക, അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾ PSCക്ക് വിട്ടോ കുഴപ്പമില്ല.
നിലവിൽ വഖഫ് ബോർഡിൽ ധാരാളം താൽക്കാലിക ജീവനക്കാരുണ്ട്. അവരൊക്കെ വിശ്വാസികളാണ്, ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് മുഴുവനും സ്ഥിര നിയമനം കൊടുക്കുക. അതിനുശേഷം പിന്നെ ഒഴിവ് വരുന്ന സമയത്ത് അവരെ വേണമെങ്കിൽ PSCക്ക് വിടാം എന്ന അഭിപ്രായം വരെ പങ്കുവെച്ചപ്പോൾ പോലും സമസ്ത കേരള ജംഇയ്യത്ത് പറഞ്ഞു PSCക്ക് വിടാൻ പാടില്ല, PSCക്ക് വിടാൻ പാടില്ല. അത് വഖഫ് ബോർഡ് തന്നെ അതിന് അർഹതപ്പെട്ട ആളുകളെ നിയമിക്കണം. അവിടെ മാത്രമേ ആ വിഷയത്തിൽ പരിഹാരം കാണാൻ പറ്റുള്ളൂ. അതിൽ ആ അടിയുറച്ച നിലപാടിൽ സമസ്ത കേരള ജംഇയ്യത്ത് നിന്നു. പിന്നെ സമസ്ത കേരള ജംഇയ്യത്ത് ഇതിൽ ഇത്ര വാശി പിടിക്കണം എന്താ? ജമാഅത്തെ ഇസ്ലാമിന്റെ എത്ര വഖഫ് സ്വത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എത്ര വഖഫ് സ്വത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വഖഫ് ബോർഡിൽ? നാമമാത്രമായത് 1-2 ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം ആര് PSC നിയമനം നടത്തിയാലും വേണ്ടില്ല, എന്തു സംഭവിച്ചാലും വേണ്ടില്ല, അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരെ ചൊവ്വേ പറയുകയാണെങ്കിൽ പറയേണ്ടത് മുസ്ലിങ്ങളായാൽ മാത്രം പോരാ, സുന്നികളായിരിക്കണം എന്ന് വരെ പറയണം. കാരണം എന്താണ്? മമ്പറം മക്കാമുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു തർക്കമുണ്ടായി. ആ തർക്കത്തിനൊടുവിൽ ആ കേസ് അവസാനം വഖഫ് ബോർഡ് ഏറ്റെടുത്തു എന്ന് വിചാരിക്കുക. മമ്പർ മക്കാമിന്റെ നടത്തിപ്പ് വഖഫ് ബോർഡ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ വഖഫ് ബോർഡ് അവിടെ റിസീവറെ നിയമിക്കും. ആ റിസീവർ ഉത്തരവാദിത്വം എന്താണ്? മമ്പറ നേർച്ച ഭംഗിയായിട്ട് നടത്തണം, അവിടെ സിയാറത്തിൽ വരുന്നവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അവിടെ ആ നേർച്ചയുമായി ബന്ധപ്പെട്ട് മമ്പർ മക്കാമിൽ നടക്കുന്ന മൗലിദുകൾ, അവിടെ നടക്കുന്ന സ്വലാത്തുകൾ, അവിടെ നടക്കുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം മുറ പോലെ കൊണ്ട് നടക്കുക എന്നുള്ളത് ഈ വഖഫ് ബോർഡ് റിസീവറായി നിയമിക്കപ്പെട്ട വഖഫ് ബോർഡ് ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉദ്യോഗസ്ഥൻ മുജാഹിദാണെങ്കിലോ ഓൺ മൗലൂദ് നടത്തി എങ്ങനെ ഉണ്ടാവും? വഖഫ് ബോർഡിൽ നിന്ന് ഉത്തരവാദിത്വം ഏൽപ്പിച്ച റിസീവറായിട്ട് ഒരു മുജാഹിദ് ആശയക്കാരനായ, ജമാഅത്തെ ഇസ്ലാമി ആശയക്കാരനായ ഒരു വഖഫ് ബോർഡ് ഉദ്യോഗസ്ഥനെ മമ്പറം മക്കാമിന്റെ റിസീവറായിട്ട് നിയമിച്ചാൽ മൂപ്പര് മാസത്തിൽ ആ മൗലിദ് നടത്താൻ വേണ്ടി കാണിക്കുന്ന ആത്മാർത്ഥതയെ കുറിച്ച് നമുക്കറിയാലോ. മമ്പറം ആണ്ട് നേർച്ച നടത്തുന്നതിനെ കുറിച്ചുള്ള ആത്മാർത്ഥതയെ കുറിച്ച് നമുക്കറിയാലോ. സത്യത്തിൽ ഇവിടെ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വഖഫ് സ്വത്തുകളിൽ 97-98% സുന്നി വഖഫുകളാണ്. 98% സുന്നി വഖഫുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സുന്നി വഖഫുകളൊക്കെ ആ വാഖഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടണമെങ്കിൽ യഥാർത്ഥ വിശ്വാസിയാവണം. ആ വിശ്വാസാചാര അനുഷ്ഠാന ക്രമങ്ങളോട് ബഹുമാനവും ആദരവുള്ളവരായിരിക്കണം. ഈ കാര്യത്തിൽ ആ വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഒരു ഘട്ടത്തിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു വിട്ടുവീഴ്ചക്ക് മുന്നോട്ട് വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ പ്രഖ്യാപിച്ചു. ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. ഈ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ ഒരു പ്രക്ഷോഭം കേരളത്തിലുടനീളം ഉയർന്നു വരുന്ന ഘട്ടമുണ്ടായപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായകമായ വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആ അർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന് സഗൗരവം കാണുന്നു എന്ന് ബോധ്യപ്പെട്ട സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാം. പള്ളികളിൽ പോയിട്ട് ഒരു ഉത്ബോധനം നടത്തി അത്തരമൊരു ആശയക്കുഴപ്പത്തിലേക്കും ബഹളത്തിലേക്കും എത്തേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് ഉത്തരവാദപ്പെട്ടൊരു ഭരണാധികാരി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷനെ വിളിച്ചിട്ട് നേരിട്ട് പറയുമ്പോ മാന്യമായ ഒരു സമീപനമാണ്. അതിനൊന്ന് കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ, അതിനൊന്ന് കാത്തു നിൽക്കുക എന്ന് പറഞ്ഞൊരു മാന്യമായ സമീപനാണ്. ആ മാന്യമായ സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീൻ വാങ്ങിക്കൊടുത്തുണ്ടാക്കുന്ന സമീപനമല്ല, അത് മാന്യന്മാരുണ്ടാക്കുന്ന സമീപനാണ്. സ്വാഭാവികമാണ്. അത് സ്വാഭാവികമായിട്ട് മാന്യന്മാർക്കിടയിൽ നടക്കുന്ന സംഗതിയാണ്. അപ്പോഴും സമസ്ത എന്താ പറഞ്ഞത്? പള്ളികൾക്കകത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളും ഉത്ബോധനങ്ങളും നമുക്ക് തൽക്കാലം നിർത്താം, പക്ഷേ തെരുവുകളിൽ പ്രതിഷേധം തുടരാം. മുഖ്യമന്ത്രി വിളിച്ചു എന്നുള്ളത് കൊണ്ട് തൽക്കാലം എല്ലാം മാറ്റിവെക്കുക, ഇനി ചർച്ച നടക്കട്ടെ എന്നല്ല സമസ്ത പറഞ്ഞത്. പള്ളികൾക്കകത്ത് നടക്കുന്ന ആ വിഷയം, കാരണം എന്താണ്? പള്ളികളിൽ എല്ലാ വിഭാഗം ആളുകളും വരും. അപ്പൊ അതിന്റെ പേരിൽ പള്ളികളിൽ സംഘർഷവും ആശയക്കുഴപ്പവും വിവാദവും ഉണ്ടാവണ്ട, പക്ഷെ തെരുവുകളിൽ പ്രതിഷേധം തുടരാം. തെരുവുകളിൽ ഈ ആവശ്യം ഉയർന്നിച്ചുകൊണ്ടുള്ള എല്ലാ പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ ഉറച്ച നിലപാടല്ലേ സ്വീകരിച്ചത്? അതിന് പിറകോട്ട് പോകുന്ന എന്തെങ്കിലും സൂചന സമസ്തയുടെ ഭാഗത്തുണ്ടായോ? ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അതിൽ കണിശമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ സംഘടന മുന്നോട്ട് വന്നപ്പോ അവസാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നേരിട്ട് ചർച്ചക്ക് വിളിച്ചു. എന്തുകൊണ്ട് മുജാഹിദിനെ വിളിച്ചില്ല, ജമാഅത്തിനെ വിളിച്ചില്ല, തബ്ലീഗിനെ വിളിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വഖഫ് ബോർഡിൽ വല്ലതും വേണ്ട കൂട്ടർ എന്നാലല്ലേ ചർച്ചക്ക് വിളിക്കുള്ളൂ.
സ്വാഭാവികമായിട്ട് ഇവിടുത്തെ മഹാഭൂരിപക്ഷവും വഖഫ് സ്വത്തിന് പ്രതിദാനം ചെയ്യുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. വഖഫ് ബോർഡിൽ ഓരോ തവണ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുക്കപ്പെടുന്ന വഖഫ് മുത്തവല്ലിമാരുടെ പ്രതിനിധിയായിട്ട് സമസ്തയുടെ പ്രതിനിധികളാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചർച്ചക്ക് വിളിച്ചു. അവിടെയും സമസ്തയുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു. നിയമസഭയിൽ പാസാക്കിയ ഓർഡിനൻസ് സമസ്തയുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ആവശ്യപ്രകാരം ആ ഓർഡിനൻസ് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന വഖഫ് സ്വത്തുക്കളെ പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടന ഇതിന്റെ ലീഡർഷിപ്പിൽ നിന്നു എന്നല്ലാതെ സമസ്ത എന്ത് രാഷ്ട്രീയമായ അന്തർനാടകമാണ് അവിടെ കളിച്ചത്? സമസ്ത ഈ കാര്യത്തിൽ മൗനം പാലിച്ചിരുന്നെങ്കിൽ, സമസ്ത ഈ കാര്യത്തിൽ കണിശമായ ഒരു സമീപനം വെച്ച് പുറത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? നിലവിലുള്ള ആളുകൾക്കൊക്കെ നിയമനം കൊടുക്കും, ബാക്കി പിന്നെ ഇവിടെ PSC നിയമനത്തെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി തുറക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലേ? അത്തരം ചർച്ചകൾ ഇവിടെ തുടങ്ങിയതല്ലേ? പക്ഷേ ഈ കാര്യത്തിൽ കണിശമായ ഒരു സമീപനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ചപ്പോ ആ സമീപനത്തിലേക്ക് ഇവിടെ സർക്കാർ കടന്നു വരേണ്ടി വന്നു. അത് ആ അർത്ഥത്തിൽ നേടിയെടുക്കാൻ സാധിച്ചത് സമസ്തയുടെ വിജയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെയും പ്രകടനം നടത്തിയിട്ടില്ല, എവിടെയും ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടില്ല, അവകാശവാദവുമല്ല. മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ആവശ്യം സമസ്തയുടെ കാർമ്മികത്വത്തോടു കൂടി നേടിയെടുക്കാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ചില ഇടപെടലുകളെ, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെ വളരെ മോശമായി രാഷ്ട്രീയമായ ബന്ധനവുമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് ഇവിടെ പ്രചാരണങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശുദ്ധ അസംബന്ധമാണ്. സുപ്രഭാതം പത്രത്തിന്റെ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത്, ഓരോ വർഷവും ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് വ്യാപകമായ ദുഷ്പ്രചരണമാണ്. ആ ദുഷ്പ്രചരണം നടത്തുന്നവരെ അടുത്ത വർഷവും അവരുണ്ടായിരിക്കണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കണം. കാരണം വല്ലാത്ത ഉപകാരമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുപ്രഭാതത്തിന്റെ ക്യാമ്പയിൻ തുടങ്ങുമ്പോഴേക്ക് പ്രചാരണങ്ങൾ തുടങ്ങും. എന്താ പ്രചാരണം? സുപ്രഭാതത്തിൽ പിണറായി വിജയന്റെ ഫോട്ടോ വലുതായിട്ട് വരികയാണ്. സുപ്രഭാതത്തിൽ ഇടതുപക്ഷത്തിന്റെ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. സർക്കാർ പരസ്യങ്ങളൊക്കെ മറ്റു പത്രങ്ങൾ വരുന്നതിനേക്കാൾ എത്രയോ വലുപ്പത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രചരണം ഒരു പക്ഷേ സുപ്രഭാതം പത്രവും മറ്റു സാധാരണ പത്രങ്ങളും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ശരിയാണല്ലോ. സുപ്രഭാതം പത്രത്തിൽ ഒരു ഫുൾ പേജ് കളർ പരസ്യം ഉണ്ടെങ്കിൽ മറ്റേ പത്രത്തിൽ അര പേജ് കളർ പരസ്യമുള്ളൂ. മറ്റേ പത്രത്തിൽ അത് കളർ പരസ്യമില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരസ്യമുള്ളൂ. അപ്പൊ സുപ്രഭാതത്തിൽ വല്ലാത്ത ഒരു പ്രമോഷൻ ഈ ഗവൺമെന്റിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. പരസ്യങ്ങളൊക്കെ വലുതാക്കി കൊടുക്കുന്നുണ്ട്. ഈ പരസ്യങ്ങൾ വലുതാക്കി കൊടുക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ PRD വകുപ്പ് സർക്കാർ പരസ്യങ്ങൾ പത്രങ്ങൾക്ക് നൽകുന്ന പരസ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അതിൽ ഉദ്യോഗസ്ഥന്മാരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്നറിയോ? ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ കോപ്പിയുള്ള പത്രങ്ങൾക്ക് വലിയ പരസ്യം കൊടുക്കും. ഏറ്റവും കൂടുതൽ കോപ്പിയുള്ള പരസ്യങ്ങൾക്ക് വലിയ പത്രങ്ങൾക്ക് കൂടുതൽ പരസ്യം കൊടുക്കും, വലിയ പരസ്യം കൊടുക്കും. അപ്പൊ ഇവിടെ 50,000-ഓ 75,000-ഓ അച്ചടിക്കുന്ന പത്രത്തില് പിണറായി വിജയന്റെ ഫോട്ടോ ചെറുതായിട്ട് വരും. ലക്ഷക്കണക്കിന് കോപ്പി അടിക്കുന്ന പത്രത്തിൽ സ്വാഭാവികമായിട്ടും പിണറായി വിജയന്റെ ഫോട്ടോ വലുതായിട്ട് വരും. അത് പിണറായി വിജയനും ജിഫ്രി തങ്ങളും നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് അല്ല, പത്രത്തിന് കോപ്പി കൂടിയോണ്ടാണ്. അതിന് കാശ് വാങ്ങുന്നുണ്ട്, കാശ് എണ്ണി വാങ്ങുന്നുണ്ട് പത്രത്തിൽ ഗവൺമെന്റിൽ നിന്ന്. സ്വാഭാവികമായിട്ടും നാട്ടിൽ ഏറ്റവും കൂടുതൽ കോപ്പി പത്രം അടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോപ്പി അടിക്കുന്ന പത്രങ്ങൾക്ക് കൂടുതൽ പരസ്യവും വലിയ പരസ്യവും കിട്ടും. കുറഞ്ഞ കോപ്പികൾ അടിക്കുന്ന പത്രങ്ങൾക്ക് ചെറിയ പരസ്യം കിട്ടും, കുറഞ്ഞ പരസ്യം കിട്ടും. ഇത് രണ്ടും താരതമ്യം ചെയ്തിട്ട് ഇത് ഇവര് തമ്മിലുള്ള രാഷ്ട്രീയ അന്തർനാടകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരദോഷം എന്നല്ലാതെ എന്തതിനെ കുറിച്ച് പറയാൻ കഴിയും? ഈ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. ഈ പ്രചാരണം നടത്തിയതിനുള്ള ഗുണം എന്താണെന്നറിയോ? കഴിഞ്ഞ വർഷത്തെ സുപ്രഭാതം ക്യാമ്പയിനിൽ നമുക്ക് വാർഷിക പരിസംഖ്യയുടെ എണ്ണത്തിന് തോത് കൂട്ടിയ സമയത്ത് കഴിഞ്ഞ വർഷം വലിയ ദുഷ്പ്രചാരണം സുപ്രഭാതത്തിനെതിരെ ഇല്ലായിരുന്നു. അതുകൊണ്ട് 1% മാത്രമാണ് വാർഷിക വരിക്കാരുടെ വർധനവുണ്ടായത്. 1% മാത്രം. നിലവിലുള്ള കോപ്പി പൂർത്തീകരിച്ചു. അതിന് പുറമെ മൊത്തത്തിൽ വാർഷിക വരിക്കാരുടെ എണ്ണത്തിൽ 1% വർധനവുണ്ടായി. ഇക്കഴിഞ്ഞ സുപ്രഭാതം ക്യാമ്പയിൻ തുടങ്ങിയ സമയത്ത് ഈ കൊല്ലം എന്തായാലും പൂട്ടിച്ചേ മതിയാവും, അങ്ങനെ നിയത്ത് വെച്ച് ഇറങ്ങി കുറെ ആൾക്കാർ. സുപ്രഭാതം പൂട്ടിച്ചേ ഇറങ്ങുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടാം, ഞാൻ സുപ്രഭാതം നിർത്തി, എന്റെ വീട്ടിലേക്ക് ഇനി കടത്തൂല. വ്യാപകമായ പ്രചരണം നടത്തി. ആ വ്യാപകമായ പ്രചരണം നടത്തിയവരെ പ്രത്യേകമായി ഈ വേദിയിൽ വെച്ചുകൊണ്ട് അഭിനന്ദിക്കുന്നു. അവരുടെയൊക്കെ അനുഗ്രഹാശിസുകൾ കൊണ്ട് ഈ വർഷത്തെ ക്യാമ്പയിൻ പൂർത്തീകരിച്ചപ്പോ 10% വർധനമാണ് സുപ്രഭാതം പത്രത്തിനുണ്ടായത്.
ഇൻഷാ അല്ലാഹ് ജനുവരി മാസത്തിൽ സുപ്രഭാതം UAE എഡിഷൻ കൂടി പ്രസിദ്ധീകരണം ആരംഭിക്കുകയാണ്. ഇത് വളർച്ചയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമുക്കിടയിൽ വലിയ തോതിലുള്ള ദുഷ്പ്രചാരണം നടത്തി ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് നമുക്കിടയിൽ ഭിന്നിപ്പും വിഭാഗീയതയും ഉണ്ടാക്കി നമ്മുടെ യഥാർത്ഥ ഉത്തരവാദിത്വ നിർവഹണത്തെ തടസ്സപ്പെടുത്താനും നമ്മുടെ ഊർജത്തെയും പണത്തെയും സമയത്തെയും സമ്പാദ്യത്തെയും മറ്റു വഴികളിലേക്ക് തിരിച്ചുവിടാനുള്ള ഗൂഢാലോചനകളും ഗൂഢശ്രമങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് സമുദായത്തിന്റെയും സംഘടനയുടെയും നന്മയ്ക്കു വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ആർജവത്തോടുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കുക, ഒരു ബൈക്ക്